everyone, this is Days on iBird Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജബിൻ. സോ വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡ് ടു എ ഡിസ്റ്റന്റ് പ്രോസ്പെക്ട് ഓഫ് ഏഡൻ കോളേജ് എന്ന പോമാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് തോമസ് ഗ്രേ ആണ്. അപ്പോൾ ഈ ഒരു കവിതയുടെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തോമസ് ഗ്രേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. തോമസ് ഗ്രേ 1716 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ്, സ്കോളർ, അതുപോലെ തന്നെ പ്രൊഫസർ എന്നുള്ള രീതിയിൽ ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കവിത എന്ന് പറയുന്നത് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന കവിതയാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1751 അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി, പാസേജ് ഓഫ് ടൈം, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതം, ഇതുമായി ബന്ധപ്പെട്ട തീംസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ തീംസ് ഒക്കെ നാച്ചർ ഫോക്കസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ കഴിയുന്ന തീംസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കവിതയുടെ സമ്മറിയിലോട്ട് പോകാം. അപ്പൊ ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ ഏദൻ കോളേജിനെ നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഏദൻ കോളേജിനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത തുടങ്ങുന്നത്. അതായത് നമ്മൾ കുറെ കാലം മുമ്പ് പഠിച്ചിരുന്ന ഒരു കോളേജിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അത് ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കവിതയാണിത്. അപ്പൊ ഫസ്റ്റ് തന്നെ, അതായത് ഓപ്പണിംഗ് സീൻ തന്നെ എന്താണ് പറയുന്നത്, ഈ ഒരു പോയറ്റ് എന്ത് ചെയ്യുകയാണ്, തൻ്റെ കോളേജ് ആയിട്ടുള്ള ഏഡൻ കോളേജ് ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. അങ്ങനെ നോക്കി കാണുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ, അതുപോലെ തന്നെ ആന്റിക് ടവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് ആ കോളേജ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള ഒരു രീതിയിലാണ് ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം നോക്കി കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെമ്മറിയിലോട്ട് പോവുകയാണ്. താൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു തൻ്റെ ജീവിതം, അതുപോലെ തന്നെ തൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചിന്തിച്ച് നിൽക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് സ്കൂൾ ഡേയ്സിൽ, അതായത് കോളേജ് ഡേയ്സിലാണെങ്കിലും സ്കൂൾ ഡേയ്സിലാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. തങ്ങളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അത് നമുക്കും അങ്ങനെ തന്നെയല്ലേ, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിക്കോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കളിക്കും, അതുപോലെ തന്നെ പഠിക്കാനുള്ളത് പഠിക്കും, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകും. അങ്ങനെയുള്ള ഒരു ലൈഫ് ആയിരിക്കുമല്ലോ നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് പോയിട്ടും ഇവിടെ പറയുന്നത്, അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പല ആളുകൾക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും, ചൈൽഡ്ഹുഡ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, അതായത് പോയിറ്റിന്റെ കാര്യത്തിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ ഡേയ്സ് ആണെങ്കിലും കോളേജ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ മനോഹരമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്കൂൾ ഡേയ്സിലൊന്നും ഒരു ചലഞ്ചസും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം പോയിറ്റിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡൾട്ട്ഹുഡിലേക്ക് എത്തിയപ്പോൾ ഒരു സഫറിങ്സും, അതുപോലെ തന്നെ ഒരു അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാതെ വന്നൊരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ പോയിട്ട് പറയുന്നുണ്ട്. അതായത് അത്ര കാലം കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കുറേ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഫേസ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് പാസേജ് ഓഫ് ടൈം ആണ്. അതായത് ഒരു ടൈമിൽ, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ, സ്കൂൾ ഡേയ്സിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ടൈം കഴിഞ്ഞു പോയപ്പോൾ, കാലം കഴിഞ്ഞു പോയപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരുപാട് സഫറിങ്സും ഒരുപാട് സ്ട്രഗിൾസും ഒക്കെ പോയിറ്റിന് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയല്ലേ. ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ, നമ്മൾ മെച്ചോർഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിക്കും, അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ചെറിയ പ്രായത്തിൽ നമുക്ക് അതൊന്നുമില്ല. ആ ഒരു മാറ്റമാണ് കവി ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദ സഫറിങ്സ് ഓഫ് അഡൾട്ട്ഹുഡ് ആണ് പറയുന്നത്. അതായത് ജീവിതത്തിൽ കുറേ ഫെയിലിയർ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ, ഇപ്പോൾ ഒരു 18 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, 25 വയസ്സ് മുതലാണ് ഞാൻ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഫെയിലിയർ ഉണ്ടായിരിക്കും, അതുപോലെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ അംബീഷൻ്റെ പുറകെ ഓടിയിട്ട് അവിടെ ഒരു ഫെയിലിയർ ഉണ്ടായിരിക്കും, പ്രതീക്ഷയില്ലായ്മ ഉണ്ടായിരിക്കും. ഇനി വിചാരിച്ച കാര്യങ്ങൾ, അതായത്
പ്രതീക്ഷിച്ച കാര്യങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അഡൾട്ട്ഹുഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് കവിയുടെ പറയുന്നത്. ചെറിയ പ്രായത്തിൽ വളരെ എന്താണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഫ്രീ ആയി നടന്നിരുന്ന ആളുകൾ അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് കുറെ ചലഞ്ചസ് ഫേസ് ചെയ്തിരിക്കും. നമ്മുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. എത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി എന്താണ് ഓരോ ഏജ് കൂടുന്തോറും നമുക്ക് കൂടി വരികയാണ്. അപ്പൊ അതൊക്കെ എന്താണ് ഒരു ചലഞ്ചസ് തന്നെയാണ് ലൈഫിൽ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് നമ്മുടെ ഫെയിലിയർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് സഫറിങ്. പാവപ്പെട്ടവനോ അല്ലെങ്കിൽ എന്താണ് പണക്കാരനോ എന്നുള്ള രീതിയിൽ ഇല്ലാതെ എല്ലാവർക്കും എന്തുണ്ട് സ്ട്രഗിൾ ഉണ്ട് എന്നാണ് കവി പറയുന്നത്. അതായത് നമ്മൾ പറയും പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് കുറെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. പക്ഷെ എന്താണ് ഈ ഒരു പണം ഉണ്ട് എന്നുണ്ടെങ്കിലും പണത്തിന് കുറെ കാര്യത്തെ എന്ത് ചെയ്യാൻ കഴിയും, സോൾവ് ചെയ്യാൻ കഴിയും. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് പാവപ്പെട്ടവൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ പണക്കാരൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് കാറ്റഗറി ആണെങ്കിലും എന്താണ് മനുഷ്യന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ മരിക്കോളം ഉണ്ടായിരിക്കും. അതെന്താണ് എന്നാലുള്ളൂ നമ്മുടെ ലൈഫിന് എന്തായിരിക്കുക കുറച്ചും കൂടി ഒരു വാല്യൂ ഉണ്ടാകാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ് എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ സക്സസ്സിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ എന്താണ് ഒരു ഫെയിലിയറിൽ നിന്ന് ഒരു സക്സസ്സിലേക്ക് കയറുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു എഫേർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സക്സസ്സിന് കൂടുതൽ വാല്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കുറേ ഫെയിലിയറിലൂടെ കടന്നുപോയി സക്സസ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക കുറച്ചും കൂടിയും ഒരു ലൈഫിനെ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിനൊരു വാല്യൂ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഇഗ്നോറൻസ് ആസ് എ ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആംബിഷനെ കുറിച്ച് എന്താണ് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇഗ്നോർ ചെയ്യണം. ആ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നാണ് കവി പറയുന്നത്. അതായത് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ആംബിഷൻ എനിക്കുണ്ടായിരിക്കുമ്പോൾ എന്താണ് ഒരു സമാധാനമില്ല എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എന്നാണ് കവി പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ എന്താണ് നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ കാണാം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മെന്റാലിറ്റി മാറുന്നുണ്ട്. ഇപ്പൊ റീൽസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷോർട്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഈ പ്രായത്തിലുള്ള പോലെയല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് നമുക്ക് കാണാം. ഓരോ പ്രായം കഴിയുന്തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഓൾ ഓവർ ഇത്രയാണ് കവി പറയുന്നത്. ചെറിയ പ്രായത്തിൽ എന്താണ് നമുക്ക് ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയി നടക്കിയിരുന്നു. പക്ഷെ അഡൾട്ട്ഹുഡിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കവിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തീംസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയും എന്താണ് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പോയാണ്. നൊസ്റ്റാൾജിയ അതുപോലെ തന്നെ ലോസ് ഓഫ് ഇന്നസെൻസ്. നമ്മൾ ചെറിയ പ്രായത്തിൽ എന്താണ് നമ്മൾ ഇന്നസെന്റ് ആണ്, നമുക്കൊരു കാര്യങ്ങളും അറിയില്ല. മറിച്ച് എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും അതെന്താണ് ഇതെന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അതെന്താണ് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചീത്ത പറയുന്നുള്ള ആ ഒരു അവയർനെസ് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തൊക്കെ എന്താണ് ചെറിയ പ്രായത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് അഡൾട്ട്ഹുഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഇന്നസെൻസ് ലോസ് ആയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ചെറിയ പ്രായത്തിൽ എന്താണ് നമ്മൾ ലൈഫിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വലുതാകുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഇങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു ഹാർഷ് റിയാലിറ്റി നമുക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫെയ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ സഫറിങ്. ഫെയ്റ്റ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയൂല എന്താണ് വിധിയാണെന്ന് പറയും, നമുക്കൊരു ഭാഗ്യം കൂടെ വേണം പറയും, അല്ലെങ്കിൽ എന്താണ് ഇത്രയൊക്കെ സഫർ ചെയ്തിട്ടും എൻ്റെ വിധി അതായിരുന്നു എന്ന് പറയും. അപ്പൊ വിധിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരുപാട് പവർ ഉള്ള ആളുകളാണെങ്കിലും ഒരുപാട് വെൽത്ത് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇനി പവർ ഇല്ലാത്തവരാണെങ്കിലും വെൽത്ത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യുകയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചു, പക്ഷെ ആ ജോലി കിട്ടുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരി എന്താണ് ആ ജോലി
ജോലിയിൽ നിലനിൽക്കുക എന്നുള്ളത് എന്താണ്, ഒരു സ്ട്രഗിൾ ആണ്, അല്ലെങ്കിൽ ഒരു സഫറിങ് ആണ്. അപ്പൊ എന്താണ്, ഏത് കാര്യം പുറമെന്ന് കാണുന്നവർക്ക് എന്താണ് നല്ലൊരു ജോലി ഉണ്ടെന്ന്, പക്ഷെ ആ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടാവുമല്ലോ, അതാർക്കും അറിയില്ല. എന്താ ചിലപ്പോൾ നമ്മൾ പറയണുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരാളെ ലൈഫ് കണ്ടിട്ട് നമ്മൾ പറയും അവരുടെ ലൈഫ് നല്ല അടിപൊളിയാണ്, സെറ്റ് ആണെന്നൊക്കെ പറയും. അത് നമ്മളോട് അവർ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലാതെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഗ്നോറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഒന്നിനെയും ആലോചിക്കാതെ അങ്ങനെ ജീവിക്കുക. അപ്പൊ എന്താണ്, നമുക്ക് ഒരു നിരാശയൊന്നും ഉണ്ടാവില്ല. മറ്റേ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശകൾ ഉണ്ടാകുന്നത്. ഇതിപ്പോ ഒരു പ്രതീക്ഷയില്ലല്ലോ. ആ ഒരു ചൈൽഡ്ഹുഡിൽ നമുക്കൊരു പ്രതീക്ഷകളും ഇല്ലാതെ ജീവിക്കുന്ന ആ ഒരു ജീവിതം ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ കവിതയിൽ പറയാനുള്ളത്. ഈ ഒരു കവിത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്